അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടോ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശ്രീ മഹാശിവ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഭയങ്കാവിൽ കയറി തൊഴുതിട്ടാട്ടോ പോയത്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി സേവാഭാരതി കൊടുക്കുന്ന അന്നദാനം കഴിച്ചിട്ടാട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. നമ്മൾ പോയത് സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവായിരുന്നേ. പ്രകൃതിയും ദൈവവും മനുഷ്യനും ഒന്നാവുന്ന സ്ഥലം എന്നാണല്ലോ നമ്മൾ സാധാരണ കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കാറ്. അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. ക്ഷേത്രചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ദക്ഷൻ ഒരു യാഗം നടത്തുകയും സ്വന്തം മകളായ സതീദേവിയെയും ഭർത്താവായ പരമശിവനെയും ക്ഷണിക്കാതിരിക്കുകയും എന്നാൽ ശിവന്റെ വിലക്കിനെ മറികടന്ന് സതീദേവി യാഗത്തിനെത്തുകയും സ്വന്തം മകളെന്ന് പോലും നോക്കാതെ ദക്ഷൻ സതീദേവിയെ അപമാനിക്കുകയും ചെയ്തു. ആ വേദനയിൽ ആത്മഹൂതി ചെയ്ത സതിയെ അന്വേഷിച്ച് പരമശിവൻ അവിടെ എത്തുകയും രോഷാകുലനായി ആ ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഭാവനിപ്പുഴയുടെ തീരത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നറിയപ്പെടുന്നു. ഇതിൽ അക്കരെ കൊട്ടിയൂർ വൈശാഖ മാസത്തിൽ 28 ദിവസത്തെ ഉത്സവത്തിന് വേണ്ടി മാത്രമാണ് തുറക്കാറുള്ളത്. ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ക്ഷേത്രത്തിലെത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് കയറി തൊഴാൻ പറ്റിയിരുന്നേ. ഏകദേശം 1 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളായിരുന്നു. കൊട്ടിയൂരിൻ്റെ രാത്രി കാഴ്ച കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇക്കരെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് കുറച്ച് ഉടപ്പമൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ശരി, പിന്നെ കാണാം.